വിവാഹം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും പരിശോധിക്കണം. ചാണക്യൻ പറയുന്നത് കേൾക്കൂ. സുന്ദരവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതവും നല്ല ജീവിത പങ്കാളിയെയും എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. 100 വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ വിവിധ കാരണങ്ങളാൽ വിവാഹമോചനം നേടുന്നു. ഇത് സംഭവിക്കുന്നത് തടയാൻ ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. നല്ല ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം മനോഹരമാകൂ. ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം മാത്രം നോക്കാതെ ചില പ്രധാന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്നും ആചാര്യൻ ചാണക്യൻ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചാണക്യന്റെ ഈ പൊടിക്കൈകൾ പിന്തുടരുക. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പലരും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ബാഹ്യ സൗന്ദര്യത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ സൗന്ദര്യം മാത്രം പരിഗണിച്ചാൽ ദാമ്പത്യം വിജയകരമാകില്ല. സൗന്ദര്യത്തിന് പുറമെ ഗുണങ്ങളും പരിഗണിക്കണം. കുടുംബ മൂല്യങ്ങൾ. വിവാഹത്തിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി കുടുംബത്തിന് എത്രമാത്രം മൂല്യം നൽകുന്നുവെന്ന് അറിയേണ്ടതും പ്രധാനമാണ്. ആചാര്യൻ ചാണക്യൻ പറയുന്നത് കുടുംബാംഗങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു, അവർ കുടുംബാംഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അവർ മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ്. ക്ഷമയുണ്ടോ എന്ന് പരിശോധിക്കുക. ക്ഷമയുള്ള ഒരാൾക്ക് ജീവിതത്തിലെ ഏത് പ്രയാസകരമായ സാഹചര്യത്തെയും നേരിടാൻ കഴിയുമെന്നും ക്ഷമയുള്ളവർ ആശയക്കുഴപ്പത്തിലാകാതെ ക്ഷമയോടെ സാഹചര്യത്തെ നേരിടുമെന്നും ചാണക്യൻ പറയുന്നു. അതിനാൽ ഭാവി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് ക്ഷമയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. നല്ല പെരുമാറ്റം. അവരെല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ടോ, ബന്ധങ്ങളെ വിലമതിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മൂല്യങ്ങളില്ലാത്ത ഒരു വ്യക്തി അവരെ അഹങ്കാരികളാക്കുന്നു. അത്തരം ആളുകൾക്ക് അവരുടെ പങ്കാളിയെയും ബഹുമാനിക്കാൻ കഴിയില്ല. ശോഭമുണ്ടോ എന്ന് പരിശോധിക്കുക. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശോഭമുണ്ടോ എന്ന് പരിശോധിക്കണം. ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ കോപ സ്വഭാവമുള്ള ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം, അതൃപ്തിക്ക് കാരണമായേക്കാം. അതിനാൽ ക്ഷമയോടെ കുടുംബം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെ വേണം തിരഞ്ഞെടുക്കാൻ. ദയയും സഹിഷ്ണുതയും ഉള്ള സ്വഭാവം. ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ദയയുള്ള പ്രകൃതമുള്ള ഒരാൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പങ്കാളിയുടെ വികാരങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, സഹിഷ്ണുതയുള്ള പ്രകൃതമുള്ളവർ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ക്ഷമയോടെ നേരിടും. അതിനാൽ ഈ ഗുണങ്ങളുള്ള ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക.